ഇന്നെൻ്റെ ഒരു സുഹൃത്തിൻ്റെ സങ്കടം ഞാൻ കേൾക്കാനിടയായി. എന്താണെന്നോ, അദ്ദേഹത്തിൻ്റെ മകൾ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന മകൾ, അവളെ എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്ത് വേണം. അദ്ദേഹത്തിൻ്റെ ആവശ്യം അതാണ്. പക്ഷേ അവൾക്ക് പഠിക്കണം. മകനും ഒരു MBBS പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മകനെ പഠിപ്പിച്ച് നല്ല ജോലി നേടിയതിന് ശേഷം മതി വിവാഹം എന്നാണ് അച്ഛൻ്റെ ഇഷ്ടം. പക്ഷേ മകളുടെ ഇഷ്ടം പിന്നെ ആവട്ടെ, അവളെ വിവാഹം കഴിച്ച് വിട്ടിട്ട് അവരുടെ വീട്ടുകാർ വിടട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഇതെന്താണ് അങ്ങനൊരു വ്യത്യാസം? നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആൺകുട്ടികൾക്ക് ഒരു ജോലി കിട്ടിയതിന് ശേഷം ഒരു വിവാഹം. പക്ഷേ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല? അവിടെയാണ് ഇപ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്ക് എവിടെ സ്വാതന്ത്ര്യം? വിദ്യാഭ്യാസം നന്നായി നടത്താൻ, അവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കുവാൻ, ഇഷ്ടപ്പെട്ട തൊഴിൽ നേടുവാൻ, അവർക്ക് ഇഷ്ടമുള്ള അവസരം നേടുന്നത് വരെ അവർക്ക് പഠിക്കുവാനും ജോലി നേടാനുള്ള ഒരു അവസരം പോലും നമ്മൾ ആരെങ്കിലും മാതാപിതാക്കൾ നൽകാൻ തയ്യാറാവുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു വിടുക. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് അതാണ്, വിവാഹം. 101 പവനും ഒക്കെ കൊടുത്ത് ബാങ്ക് ബാലൻസുമായിട്ട് കല്യാണം കഴിച്ചു വിടുക. പക്ഷേ അങ്ങനെ വിവാഹം കഴിച്ചു വിട്ട ഓരോ പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ലക്ഷ്യം ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേ അവളുടെ വിവാഹമായിരിക്കരുത്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല വ്യക്തിയായി വളർത്തുക, അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയാക്കി അവളെ തീർക്കുക. അവൾക്കാവുന്ന ജോലി, അവളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ളൊരു ജോലി, സ്വന്തമായി സമ്പാദിക്കാനുള്ള ഒരു കഴിവ്, ഒരു ശീലം, അതിനുള്ള ഒരു സാധ്യത അവളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. അതാണ് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ വീട്ടിൽ കിട്ടാത്ത എന്ത് അനുവാദവും എന്ത് അവകാശവും സ്വാതന്ത്ര്യമാണ് നമുക്കറിയാൻ പോലും പറ്റാത്ത മറ്റൊരു വീട്ടിൽ അവൾക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മുടെ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മളുടെ വീട്ടിൽ രാജകുമാരിയെ പോലെ കഴിയുന്ന, നമ്മൾ വളർത്തുന്ന എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത്, നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇന്ന് സന്തോഷത്തോട് കഴിയുന്ന കുഞ്ഞുങ്ങൾ നാളെയും എവിടെയായിരുന്നാലും അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം, ദൃഢനിശ്ചയം ഉണ്ടാവണം, അവർക്ക് ഏതൊരു പ്രതിസന്ധിയിലും നിൽക്കാനുള്ള കഴിവുണ്ടാവണം. ഇതിനാദ്യം വേണ്ടത് അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ജോലി അവൾക്ക് സാധ്യമാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. അവളെ തൻ്റെ ഇടമുള്ളവളാക്കി വളർത്തുക. തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നല്ല, തൻ്റേതായ ഇടം എന്നാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള ഇടം നമ്മൾ സാധ്യമാക്കി കൊടുക്കുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ദുഃഖത്തിൻ്റെ കാഴ്ചയിൽ നിന്നും പെൺകുട്ടികൾ അവരവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങളോടുകൂടി, അഭിമാനത്തോടുകൂടി, എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും കൂടി ഉള്ള ഒരു നല്ല നാളെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.